ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഹേയ് അമിത് ഷാ, നിങ്ങൾ ഒരുപാട് വിയർക്കേണ്ടി വരും. ചെറുതായൊന്നുമല്ല, ഒരുപാട് പോരാടേണ്ടി വരും. പക്ഷേ വിജയം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇത് വെറുതെ പറയുകയല്ല. ഇന്ത്യയുടെ മണ്ണിൽ പുതിയ വേര് സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ വേരുകൾ ഇന്ത്യയുടെ നാനാഭാഗത്തും പടർന്നു പിടിച്ചു കഴിഞ്ഞു. ആ വേരുകളെ മുറിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ അമിത് ഷാ, നിങ്ങൾക്ക് ഒരുപാട് ആയുധം വേണ്ടി വരും. നിങ്ങൾക്കെന്നല്ല, നിങ്ങളുടെ കൂടെ ഈ കിരാത നിയമവുമായി മുന്നോട്ട് വരുന്നവർക്ക് അത്ര പെട്ടെന്നൊന്നും ആ വേരുകൾ മുറിച്ചു മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി മുറിച്ചു മാറ്റിയാൽ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു പ്രത്യേകതരം ഊർജമുണ്ട് ആ വേരുകൾക്ക്. മുറിക്കും തോറും അത് പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴിതാ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ലഭിച്ച ആ ഊർജം, ആ വീര്യം അതേപടി ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ പഞ്ചാബ്. പഞ്ചാബിൽ നിയമസഭയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയായിട്ടുള്ള ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗ് ബാഹുബലി. അദ്ദേഹത്തിന്റെ മുന്നിലാണ് ബാഹുബലി ചേർക്കേണ്ടത്. കാരണം അദ്ദേഹമാണ് യഥാർത്ഥ വീര്യമുള്ള മുഖ്യമന്ത്രി, ആർജവമുള്ള മുഖ്യമന്ത്രി, ശക്തനായ നേതാവ്. ഇവർക്ക് മുന്നിലാണ് നമ്മൾ ബാഹുബലി ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ അങ്ങനെയാണുള്ളത്. എതിർവശത്ത് അധികാരവും പണവും സൈന്യവും പോലീസും ഒക്കെയുള്ള ആൾക്കൂട്ടമുണ്ടാകുമ്പോൾ അവർക്ക് നേരെ ഒറ്റക്ക് നിന്ന് പൊരുതുന്നവരാണ് യഥാർത്ഥ ബാഹുബലിമാർ. അതായത് പഞ്ചാബിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള അമരേന്ദ്ര സിംഗ് ബാഹുബലി എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. അവിടെ പഞ്ചാബിൽ വിപ്ലവകരമായ ഒരു നീക്കം മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ, പിണറായിയെ ഏറ്റുപിടിച്ചുകൊണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി മുന്നോട്ട് വന്നപ്പോൾ BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ശിരോമണി അക്കാലിദൾ എന്ന് പറയുന്നത് നേരത്തെ പാർലമെന്റിൽ BJPക്ക് അനുകൂലമായി പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയവരാണ്. പക്ഷേ പഞ്ചാബിന്റെ മണ്ണിൽ ഇങ്ങനെ ഒരു വിപ്ലവകരമായ ഒരു തീരുമാനം കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നപ്പോൾ, ആ തീരുമാനത്തിന് പൊതുജനങ്ങൾ കൈയടിക്കുമ്പോൾ, മതേതരത്വ വിശ്വാസികൾ ആ തീരുമാനത്തെ ഏറ്റുപിടിച്ച് മുന്നോട്ട് വരുമ്പോൾ BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ശിരോമണി അക്കാലിദളും ഒന്ന് വിറച്ചുപോയി. അവരും നിയമസഭക്കകത്ത് പ്രമേയത്തെ പിന്തുണച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് ശിരോമണി അക്കാലിദളും മുന്നോട്ട് വന്നതോടുകൂടി പഞ്ചാബിൽ BJP സ്വാഹ, കേരളത്തിൽ BJP സ്വാഹ. ഇനി വരാൻ വേണ്ടി പോകുന്നത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഈ വിപ്ലവകരമായ നീക്കം വരും. ഛത്തീസ്ഗഡ് അടങ്ങുന്ന, ജാർഖണ്ഡ് അടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രമേയം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അതാണ് അമിത് ഷാ ഞങ്ങൾ പറഞ്ഞത്. ഒരുപാട് വിയർക്കേണ്ടി വരും. ഇവിടെ ഒരുപാട് ബാഹുബലിമാർ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ വീര്യത്തിന് മുന്നിൽ, പോരാട്ടത്തിന് മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അമിത് ഷാ? നിങ്ങൾ എങ്ങനെ അവിടെയുള്ള ജനങ്ങളെ, സർക്കാരിനെ നേരിടും? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.